Interrupts of 8051. We know that multiple devices can be connected to a microcontroller. ഒരു മൈക്രോ കൺട്രോളറിൽ നമുക്ക് മൾട്ടിപ്പിൾ എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി എക്സ്റ്റേണൽ മെമ്മറി, ടൈമേഴ്സ്, കൗണ്ടേഴ്സ് എക്സെട്ര. സോ ഈ എക്സ്റ്റേണൽ ഡിവൈസസിന് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ it will notify the microcontroller that it needs some service. So this signal provided by the external devices to the microcontroller whenever it wants any service from the microcontroller is called an interrupt. ഒരു എക്സ്റ്റേണൽ ഡിവൈസിന് മൈക്രോ കൺട്രോളറിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് ഈ മൈക്രോ കൺട്രോളറിനെ ഇൻഫോം ചെയ്യുന്ന ആ സിഗ്നലിനാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. എ സിംഗിൾ മൈക്രോ കൺട്രോളർ ക്യാൻ സെർവ് സെവറൽ ഡിവൈസസ് ബൈ ടു വേസ്. രണ്ട് രീതിയിൽ ഒരു മൈക്രോ കൺട്രോളറിന് ഈ എക്സ്റ്റേണൽ ഡിവൈസസിനെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വൺ ഈസ് ത്രൂ ഇൻറ്ററപ്റ്റ് ആൻഡ് അതർ ത്രൂ പോളിംഗ്. So in interrupt, the external devices will notify the microcontroller that it needs the service. Interrupt in the case, external devices microcontroller ne signal cheyunu that the external device ne services avashyamund. Second case le microcontroller connected ആയിട്ടുള്ള external devices ne continuous ആയിട്ട് monitor ചെയ്യുന്നു. സോ ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് ഏതൊക്കെ ഡിവൈസസ് ആണ് ഡിവൈസസിനാണോ സർവീസസ് ആവശ്യമുള്ളത്, then microcontroller will execute the services for that device. ഇങ്ങനെ രണ്ട് രീതിയിൽ മൈക്രോ കൺട്രോളറിന് പെരിഫറൽ ഡിവൈസസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. So in interrupts, whenever a device needs its service, the device notifies the microcontroller by sending it an interrupt signal. Upon receiving the interrupt signal, the microcontroller interrupts whatever it is doing and serves the device. So at any time, ഏതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണെങ്കിലും മൈക്രോ കൺട്രോളർ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ മൈക്രോ കൺട്രോളറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് സം മെയിൻ പ്രോഗ്രാം. സോ ഈ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ മൈക്രോ കൺട്രോളറിന് എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് സർവീസ് റിക്വസ്റ്റ്, അതായത് ഇൻറ്ററപ്റ്റ് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത്. ആ സമയത്ത് മൈക്രോ കൺട്രോളർ will stop executing the program the main program which the microcontroller is doing. ഏത് മെയിൻ പ്രോഗ്രാമാണ് മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ പ്രോഗ്രാം മൈക്രോ കൺട്രോളർ സ്റ്റോപ്പ് ചെയ്യുന്നു, and then it will serve to the external device. In the case of polling, the microcontroller continuously monitors the status of all the devices in a round robin manner. When the conditions for a given device are met, it performs the service. So polling in the case മൈക്രോ കൺട്രോളർ എക്സ്റ്റേണൽ ഡിവൈസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു, ആൻഡ് വെനെവർ എ ഡിവൈസ് നീഡ്സ് എ സർവീസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദാറ്റ് സർവീസ് ഫോർ ദാറ്റ് പെരിഫറൽ ഡിവൈസ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മൂവ്സ് ടു മോണിറ്റർ ദ നെക്സ്റ്റ് ഡിവൈസ് until everyone is served. An interrupt is an external or internal event that interrupts the microcontroller to inform that a device needs the service. ഈ interrupt എന്ന് പറയുന്നത് it can be either external or internal. External devices നിന്നും ഈ മൈക്രോ കൺട്രോളർ interrupts റിസീവ് ചെയ്യാം, or internal operations, internally execute ചെയ്യുന്ന പ്രോഗ്രാംസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറിന് interrupts റിസീവ് ചെയ്യാം. The program which is associated with the interrupt is called interrupt service routine or interrupt handler. മൈക്രോ കൺട്രോളർ ഒരു ഇൻറ്ററപ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റ്റേണൽ ഡിവൈസ് ഏത് എക്സ്റ്റേണൽ ഡിവൈസ് ആണോ ഈ ഇൻറ്ററപ്റ്റ് റേസ് ചെയ്തത് ആ എക്സ്റ്റേണൽ ഡിവൈസിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ ഓപ്പറേഷൻ മൈക്രോ കൺട്രോളറിന് ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിവൈസിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറയുന്നത്. So when the microcontroller receives an interrupt from external device, it will stop executing the main program and go to the interrupt service routine. After completing the interrupt service routine, it will come back to the main program. Now we will discuss the comparison between interrupt and polling. In polling, the microcontroller continuously monitors the status of all the devices in a round robin manner. When the conditions for a given device are met, it performs the service. After that, it moves to
monitor the next device until everyone is served. അതായത് നമ്മൾ പറഞ്ഞതുപോലെ പോളിങ്ങിൻ്റെ കേസിൽ മൈക്രോ കൺട്രോളർ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡിവൈസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. And whenever a device needs a service, the microcontroller will provide service to the device. So in the case of interrupt, whenever any device needs its service, the device notifies the microcontroller by sending an interrupt signal. Interruptന്റെ കേസിൽ ഏതെങ്കിലും ഡിവൈസിന് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് മൈക്രോ കൺട്രോളറിനെ നോട്ടിഫൈ ചെയ്യും. Upon receiving the interrupt signal, the microcontroller interrupts whatever it is doing and serves the device. അപ്പോൾ ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്താൽ മൈക്രോ കൺട്രോളർ അത് പെർഫോം ചെയ്യുന്ന ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് റേസ് ചെയ്ത ഡിവൈസിന് സെർവ് ചെയ്യും. പോളിംഗ് മെത്തേഡ് ഇസ് നോട്ട് എഫിഷ്യൻറ്റ് സിൻസ് ഇറ്റ് വേസ്റ്റ് മച്ച് ഓഫ് ദ മൈക്രോ കൺട്രോളേഴ്സ് ടൈം ബൈ പോളിംഗ് ഡിവൈസസ് ദാറ്റ് ഡു നോട്ട് നീഡ് സർവീസ്. സോ പോളിങ്ങിൻ്റെ കേസിൽ മൈക്രോ കൺട്രോളർ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡിവൈസിനെയും മോണിറ്റർ ചെയ്യണം. സോ എല്ലാ ഡിവൈസസിനും ഈ സർവീസ് റിക്വയർമെൻറ്റ് ആവശ്യം ഉണ്ടാവണമെന്നില്ല. സോ ഇറ്റ് നീഡ് ടു സ്പെൻഡ് ടൈം ടു മോണിറ്റർ ഈച്ച് ഡിവൈസ്. ഓരോ ഡിവൈസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ എഫിഷ്യൻസി. Interrupts serve only those devices which need service and hence are efficient. സോ ഇൻറ്ററപ്റ്റിൻ്റെ കേസിൽ മൈക്രോ കൺട്രോളറിന് ഓരോ ഡിവൈസിനെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഏത് ഡിവൈസിനാണ് സർവീസ് ആവശ്യമുള്ളത് ഇറ്റ് വിൽ നോട്ടിഫൈ ദ മൈക്രോ കൺട്രോളർ ദാറ്റ് ഇറ്റ് വിൽ നീഡ് ദ സർവീസ്. സോ ഇറ്റ് ഈസ് മോർ ദ ഇൻറ്ററപ്റ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ പോളിംഗ്. In polling, it is not possible to assign priority since it checks all the devices in a round robin fashion. സോ പോളിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഏതെങ്കിലും ഡിവൈസിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇൻറ്ററപ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഓരോ ഡിവൈസിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഓപ്പറേഷനാണോ അത് പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഓരോ ഡിവൈസിനും നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഗ്നോറിങ് എ ഡിവൈസ് റിക്വസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് പോളിംഗ്. പോളിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഒരു ഡിവൈസിനെ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ഡിവൈസിനെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 1 by 1 മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൈക്രോ കൺട്രോളറിൻ്റെ കേസിൽ നമുക്ക് വി ക്യാൻ ഇഗ്നോർ എ ഡിവൈസ് റിക്വസ്റ്റ് ഫോർ സർവീസ്. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഇൻറ്ററപ്റ്റിനെ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആ ഇൻറ്ററപ്റ്റിനെ ഇഗ്നോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Now we will see the classification of interrupts. First is external and internal interrupts. Second is vectored and non-vectored interrupts. External interrupts and internal interrupts. External interrupts are initiated by the peripheral devices through the external pins of the microcontroller. If we check the pinout of 8051 microcontroller, we can see that the pin numbers P3.2 and P3.3. These pins are dedicated for external interrupts. ഈ രണ്ട് പിന്നിലൂടെ റിസീവ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റ്സിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. പെരിഫറൽ ഡിവൈസസ് ഈ രണ്ട് പിൻസ് യൂസ് ചെയ്ത് അതായത് P3.2 P3.3 ദാറ്റ് ഇസ് INT0 ആൻഡ് INT1 ഈ രണ്ട് പിൻസിലൂടെ റേസ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റ്സ് ആണ് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ്. ഇന്റേണൽ ഇൻറ്ററപ്റ്റ്സ് ദീസ് ആർ ആക്ടിവേറ്റഡ് ബൈ ദ ഇന്റേണൽ പെരിഫറൽസ് ഓഫ് ദ മൈക്രോ കൺട്രോളർ. അതായത് 8051 മൈക്രോ കൺട്രോളറുടെ ടൈമർ 0 ആൻഡ് ടൈമർ 1. ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻറ്ററപ്റ്റ്. അങ്ങനെ 3 ഇന്റേണൽ ഇൻറ്ററപ്റ്റ്സ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്. ടൈമർ 0 ഇൻറ്ററപ്റ്റ്, ടൈമർ 1 ഇൻറ്ററപ്റ്റ്, ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻറ്ററപ്റ്റ്. These are the internal interrupts of 8051 microcontroller. Now vectored interrupts and non-vectored interrupts. If the starting address of the interrupt service routine is predefined, then it is called a vectored interrupt. At the initial address അല്ലെങ്കിൽ starting address of a interrupt service routine ആണ് നമ്മൾ interrupt vector എന്ന് പറയുന്നത്. If this interrupt vector is fixed, then we call it a vectored interrupt. ഈ ഇൻറ്ററപ്റ്റ് വെക്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീനെ മൈക്രോ കൺട്രോളർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
So if the interrupt vector is fixed, that is the starting address or the initial address of the interrupt service routine is fixed, then this interrupt is called a vectored interrupt. When the device interrupts, the CPU branches to this particular interrupt service routine. ഒരു interrupt receive ചെയ്യുമ്പോൾ മൈക്രോകൺട്രോളർ ആ പർട്ടിക്കുലർ interrupt service routine എക്സിക്യൂട്ട് ചെയ്യും. ഈ interrupt service routine ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന address ആണ് interrupt vector. So if this interrupt vector is fixed, then we call it a vectored interrupt. In 8051, all the interrupts are vectored interrupts. Now non-vectored interrupts. Non-vectored interrupts are the interrupts in which the vector address is not predefined. ഇത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വെക്ടർ അഡ്രസ് അല്ലാത്ത ഇൻട്രപ്റ്റ്സിനാണ് നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ദി ഇൻട്രപ്റ്റിംഗ് ഡിവൈസ് ഗിവ്സ് ദ അഡ്രസ് ഓഫ് ദി സബ് റൂട്ടീൻ ഫോർ ദീസ് ഇൻട്രപ്റ്റ്സ്. അതായത് ഒരു ഡിവൈസ്, പെരിഫറൽ ഡിവൈസ് ഒരു ഇൻട്രപ്റ്റ് റേസ് ചെയ്യുന്ന ആ ടൈമിലാണ് ഈ വെക്ടർ അഡ്രസ്സ് മൈക്രോ കൺട്രോളറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് the peripheral device raise an interrupt to the 8051 microcontroller. Then the microcontroller 8051 microcontroller will provide an interrupt acknowledgement signal. So when this interrupt acknowledgement is received by the peripheral device, then this peripheral device will provide the interrupt vector to the microcontroller. So if the interrupt vector is not predefined, then it is called a non-vectored interrupt. Another classification is maskable and non-maskable interrupt. If an interrupt is can be disabled, then it is called a maskable interrupt. If the interrupt cannot be disabled, then it is called a non-maskable interrupt. A maskable interrupt is the one that the programmer can ignore by setting a bit in the interrupt control register. Interrupt control register use ചെയ്തിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന ഇൻട്രപ്റ്റ്സ് ആണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. Typically, the microcontroller might allow multiple interrupt sources, but the application requires only a few of them. The programmer can mask off the unused interrupt. ഇത് നമുക്ക് പ്രോഗ്രാമറിന് ഇൻട്രപ്റ്റ് കൺട്രോൾ രജിസ്റ്ററിലെ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന ഇൻട്രപ്റ്റ്സ് ആണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആർ ദോസ് വിച്ച് cannot be gated by the interrupt control register. അതായത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇൻട്രപ്റ്റ്സ് ആണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ദേ ഓൾവേസ് ഇൻട്രപ്റ്റ് നോ മാറ്റർ വാട്ട് സ്റ്റേറ്റ് ദ മൈക്രോ കൺട്രോളർ ഈസ് ഇൻ. മൈക്രോ കൺട്രോളറിൻ്റെ കണ്ടീഷൻ എന്ത് കണ്ടീഷനിലാണെങ്കിലും ഈ ഇൻട്രപ്റ്റ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ടിപ്പിക്കലി ദീസ് ആർ യൂസ്ഡ് ടു ക്രിട്ടിക്കൽ ഓർ ഫെയ്റ്റൽ കണ്ടീഷൻസ് ഓർ ഫോർ സിസ്റ്റം റീസെറ്റ് ഫങ്ഷൻസ്. സോ ക്രിട്ടിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ് ആണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഒരു ഇൻട്രപ്റ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോ കൺട്രോളർ ആ ഇൻട്രപ്റ്റിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് റിസീവ് ചെയ്ത ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസിനാണ് നമ്മൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഫോർ എവറി ഇൻട്രപ്റ്റ് ദർ മസ്റ്റ് ബി ആൻ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഓർ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ മറ്റൊരു പേരാണ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ. When the interrupt is invoked, the microcontroller runs the interrupt service routine. For every interrupt, there is a fixed location in the memory that holds the address of the interrupt service routine. Interrupt service routine ന് വേണ്ടിയിട്ട് തന്നെയായിട്ട് ഒരു സ്പെഷ്യൽ ഫിക്സഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി is dedicated. The group of memory locations set aside to hold the interrupt service routine is called interrupt vector table. So the group of memory locations set aside to hold the address of the interrupt service routines is called interrupt vector table. അതായത് ഓരോ interrupt service routineൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് ആ interrupt service routine ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ we call it vector address. ഈ vector address സ്റ്റോർ ചെയ്ത ലൊക്കേഷൻസിനാണ് നമ്മൾ interrupt vector table എന്ന് പറയുന്നത്. Interrupt vector table of 8051. 8051 5 interrupts ആണുള്ളത്. ഫസ്റ്റ് ഈസ് റീസെറ്റ് ഇൻട്രപ്റ്റ്, ദാറ്റ് ഈസ് ഫോർ പവർ ഓൺ റീസെറ്റ്. ദെൻ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 0, ടൈമർ ഇൻട്രപ്റ്റ് 0, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 1, ടൈമർ 1 ഇൻട്രപ്റ്റ്, ദെൻ സീരിയൽ പോർട്ട് ഇൻട്രപ്റ്റ്. ഇങ്ങനെ 5 ഇൻട്രപ്റ്റ് സോഴ്സസ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ അഡ്രസ്സാണ്
For reset interrupt, it is 0000H. For external interrupt 0003H. Timer 0 interrupt 000BH. External interrupt 1 0013H. Timer 1 interrupt 001BH. Serial port interrupt 0023H. ഇതാണ് vector address. Steps in executing an interrupt. Upon the activation of an interrupt, the microcontroller goes through the following steps. ഒരു interrupt receive ചെയ്ത് കഴിയുമ്പോൾ microcontroller execute ചെയ്യുന്ന steps ആണ്. It finishes the instruction it is executing and saves the address of the next instruction on the stack. അതായത് ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടിംഗ് സം മെയിൻ പ്രോഗ്രാം. ഒരു മെയിൻ പ്രോഗ്രാം എപ്പോഴും മൈക്രോ കൺട്രോളർ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓരോ പ്രോഗ്രാമിലെ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾസ് വേണം. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിന് വേണ്ടത് 4 മെഷീൻ സൈക്കിൾസ് ആണെന്ന് വിചാരിക്കാം. സോ സെക്കൻഡ് മെഷീൻ സൈക്കിൾ എത്തിയപ്പോഴാണ് അതൊരു ഇൻട്രപ്റ്റ് റിസീവ് ചെയ്തത്. സോ സെക്കൻഡ് മെഷീൻ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഇൻട്രപ്റ്റ് റിസീവ് ചെയ്യുന്നത്. So this microcontroller will continue executing the third and fourth machine cycle. മൂന്നാമത്തെ നാലാമത്തെ മെഷീൻ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്ത് ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ആ ഇൻട്രപ്റ്റ് അറ്റൻഡ് ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ കംപ്ലീറ്റ് ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ്. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് മൈക്രോ കൺട്രോളർ വിൽ സേവ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓൺ ദ സ്റ്റാക്ക്. അതായത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ എപ്പോഴും ഏത് ഇൻസ്ട്രക്ഷനാണോ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടർ വിൽ ഓൾവേസ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനാണ് പ്രോഗ്രാം കൗണ്ടർ. സോ ഈ പ്രോഗ്രാം കൗണ്ടറിലുള്ള ഈ അഡ്രസ്സ് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ്. ഇറ്റ് ഓൾസോ സേവ്സ് ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ ഇൻട്രപ്റ്റ്സ് ഇന്റേർണലി. എല്ലാ ഇൻട്രപ്റ്റിൻ്റെയും കറണ്ട് സ്റ്റാറ്റസ് അത് സേവ് ചെയ്യും. ദെൻ ഇറ്റ് ജംപ്സ് ടു ദ ഫിക്സഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി കോൾഡ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ദാറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓരോ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ വെക്റ്റർ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ വെക്റ്റർ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. സോ ദ microcontroller will jump to the interrupt vector table. The microcontroller gets the address of the interrupt service routine from the interrupt vector table and jumps to it. So interrupt vector table ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെക്റ്റർ അഡ്രസ് ഉണ്ട്. വെക്റ്റർ അഡ്രസ് പോയിൻറ്റ്സ് ടു ദ ഇനീഷ്യൽ അഡ്രസ് ഓഫ് ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ നിന്ന് ആ പർട്ടിക്കുലർ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിൻ്റെ വെക്റ്റർ അഡ്രസ്സിലേക്ക് മൈക്രോ കൺട്രോളർ ജമ്പ് ചെയ്യും. It starts to execute the interrupt service routine until it reaches the last instruction of the subroutine, which is return. മൈക്രോകൺട്രോളർ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് അത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എത്തും. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഓൾവേസ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് RETI. Upon executing the RETI instruction, the microcontroller returns to the place where it was interrupted. ഏത് മെയിൻ പ്രോഗ്രാമിലെ ഏത് ഇൻസ്ട്രക്ഷനിൽ നിന്നാണോ ഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ളത് ആ ഇൻസ്ട്രക്ഷനിലേക്ക് മൈക്രോ കൺട്രോളർ റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ദ പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് ഫ്രം ദ സ്റ്റാക്ക് ബൈ പോപ്പിംഗ് ദ ടോപ്പ് 2 bytes ഓഫ് ദ സ്റ്റാക്ക് ഇൻ ടു പ്രോഗ്രാം കൗണ്ടർ. മൈക്രോ കൺട്രോളർ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത ആ അഡ്രസ്, അതായത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അത് തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിലേക്ക് റീലോഡ് ചെയ്യും. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് എക്സിക്യൂട്ടിംഗ് ഫ്രം ദാറ്റ് അഡ്രസ്, അതായത് ആ അഡ്രസ്സ് മുതൽ മെയിൻ പ്രോഗ്രാം റെസ്യൂം ചെയ്യും. There are 6 interrupts of 8051. 8051 6 interrupts ആണുള്ളത്. Reset interrupt, then 2 interrupts for timer 0 and timer 1, then 2 interrupts for
hardware external hardware interrupts. The external പിൻസിലൂടെ P3.2 and P3.3 receiving interrupts ആണ് external hardware interrupts. Then serial communication interrupt. Serial communication അതായത് serial RxD and TXD transmission and received രണ്ടിനും കൂടി ഒരു ഒറ്റ single interrupt. So these are the 6 interrupts of 8051. Enabling and disabling of interrupts. Upon reset, all the interrupts are disabled, meaning that none will be responded to by the microcontroller even if they are activated. നമ്മൾ microcontroller reset ചെയ്യുന്ന സമയത്ത് എല്ലാ interruptsഉം disabled ആയിരിക്കും. The interrupts must be enabled by software in order for the microcontroller to respond to them. There is a register called interrupt enable that is responsible for enabling and disabling interrupts. നമ്മൾ interruptsന്റെ കേസിൽ രണ്ട് registers ആണ് യൂസ് ചെയ്യുന്നത്. One is interrupt enable register and the other is interrupt priority register. Interrupt enable register നമ്മൾ interrupt enable ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ disable ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന register ആണ്. Interrupt priority register is used to set priority for individual interrupts. ഓരോ interruptനും priority set ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന register ആണ് interrupt priority register. First we will see interrupt enable register. Interrupt enable register is a 8-bit register. You can see the 8 bits. The MSB or the D7 is EA. EA is enable or disable all interrupts. 6th and 5th bits are not used. The 4th bit ES is enable or disable serial port interrupt, that is used for enabling or disabling serial communication interrupt. Then ET1 is used for enabling or disabling timer 1 interrupt. EX1 is used for enabling or disabling external interrupt 1. ET0 is used for enabling or disabling timer 0 interrupt. EX0 is used for enabling or disabling external interrupt 0. So first bit EA. EA is used for enabling or disabling all interrupts. ഈ രജിസ്റ്ററിൽ 4 ഇൻട്രപ്റ്റ്സ്, അതായത് സീരിയൽ ഇൻട്രപ്റ്റ്, ടൈമർ 1 ഇൻട്രപ്റ്റ്, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 1, ടൈമർ 0 ഇൻട്രപ്റ്റ്, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 0. ഈ 4 ഇൻട്രപ്റ്റ്സ് നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ദ വാല്യൂ ഓഫ് ഇ എ ഷുഡ് ബി 1. ഇ എയുടെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ ഈ 5 ബിറ്റ്സ് ദാറ്റ് ഈസ് 0 to D0 to D4 ഈ ബിറ്റ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിലും നമുക്ക് interrupt enable ചെയ്യാൻ പറ്റുള്ളൂ. If the value of EA is 0, whatever the value of the other bits of the register, all the interrupts will be disabled. EAയുടെ വാല്യൂ 1 സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ interruptഉം നമുക്ക് enable ചെയ്യാൻ പറ്റുള്ളൂ. The bit D7 of interrupt enable register must be set to high to allow the rest of the register to take effect. If EA is equal to 1, interrupts are enabled and will be responded to if the corresponding bits in the interrupt enable register are high. If EA is 0, no interrupt will be responded to even if the associated bit in the IE register is high. So EAയുടെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു interruptഉം enable ചെയ്യാൻ പറ്റുള്ളൂ. If the value of EA is 0, all the interrupts will be disabled. Timer interrupt of 8051. The timer flag TF is raised when the timer rolls over. We already know the rollover condition of the timer. The timer initial value in count up ചെയ്ത് maximum value reach ചെയ്ത് കഴിയുമ്പോൾ on the next clock the timer will reset to 0000. So ഈ കേസിൽ the timer flag will be set to 1. Timer is overflow and the timer flag will be set to 1. So in the case of polling, that is if we are using polling instead of interrupt, the microcontroller will have to wait until the TF is raised. The microcontroller continues at a TF flag monitor ചെയ്തുകൊണ്ടിരിക്കും. When the TF is raised, it will provide the service. So this microcontroller is completely dedicated for monitoring the timer flag. So അതുകൊണ്ട് it cannot perform any other operations. That means the microcontroller is tied up.
till the TF flag is raised. അതായത് മൈക്രോ കൺട്രോൾ കണ്ടിന്യൂസ് ആയിട്ട് ടൈമർ ഫ്ലാഗ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് cannot do any other operations or any other functions. So if we are using the timer interrupt in the IE register, നമ്മൾ ടൈമർ ഇൻറ്ററപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ whenever the timer rolls over, the TF flag is raised and the microcontroller is interrupted in whatever it is doing and it jumps to provide the interrupt service routine. So നമ്മൾ ടൈമർ ഇൻറ്ററപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈമർ ഫ്ലാഗ് TF സെറ്റ് ചെയ്യുന്ന സമയത്ത് microcontroller will be automatically interrupted and the microcontroller will be providing the interrupt service routine. So ഈ കേസിൽ നമുക്ക് microcontroller is not dedicated for monitoring the timer. It can do other tasks. So in this way the microcontroller can do other tasks until it is notified that the timer has rolled over. So the microcontroller is free to perform other tasks until the TF flag is raised. It need to monitor the TF flag for providing the interrupt service. Now we will see the external hardware interrupt. 8051 രണ്ട് external hardware interrupts ആണുള്ളത്. These are given through pins P3.2 and P3.3, pin number 12 and pin number 13 of 8051. And the external hardware interrupts are called INT0 and INT1. The interrupt vector table locations of external hardware interrupts are 0003H and 0013H. There are two activation levels for external hardware interrupts, edge triggered and lever triggered. രണ്ട് രീതിയിലുള്ള external hardware interrupts ഉണ്ട്, edge triggered and lever triggered interrupts. Now we will discuss the working of level triggered interrupt. In level triggered mode, INT0 and INT1 pins are normally high. നമുക്കറിയാം external hardware interrupts നമ്മൾ അപ്ലൈ ചെയ്യുന്ന പിൻസ് ആണ് INT0 പിൻ ആൻഡ് INT1 പിൻ. നോർമൽ സ്റ്റേറ്റിൽ, അതായത് ഇൻറ്ററപ്റ്റ് ഇല്ലാത്ത സ്റ്റേറ്റിൽ the value of INT0 pin and INT1 pins are high സ്റ്റേറ്റിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ആൻ ഇൻറ്ററപ്റ്റ്, നമുക്കൊരു ഇൻറ്ററപ്റ്റ് വേണമെങ്കിൽ നമ്മളൊരു ലോ ഇൻപുട്ട് INT0 പിന്നിൽ അല്ലെങ്കിൽ INT1 പിന്നിൽ അപ്ലൈ ചെയ്യും. Then the microcontroller stops whatever it is doing and jumps to the interrupt vector table to service that interrupt. So നമ്മൾ INT0 പിന്നിൽ അല്ലെങ്കിൽ INT1 പിന്നിൽ ഒരു ലോ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ the interrupt will be triggered and the microcontroller will execute the interrupt service routine. The low level signal at the INT pin must be removed before the execution of the last instruction of interrupt service routine, that is RETI. Otherwise another interrupt will be generated. So നമ്മൾ എത്ര ഡ്യൂറേഷൻ ഈ ലോ ഇൻപുട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ്. ഈ ലോ ലെവൽ നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഹൈ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇൻറ്ററപ്റ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലോ ഇൻപുട്ട് INT0 പിന്നിൽ അല്ലെങ്കിൽ INT1 പിന്നിൽ അപ്ലൈ ചെയ്യും നമ്മൾ. പക്ഷേ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലോ സിഗ്നലിൽ നിന്ന് നമ്മൾ ഹൈ ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. അതായത് the last instruction of interrupt service routine is return instruction, RETI. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആണ് ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ. സോ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷന് മുൻപ് തന്നെ നമ്മൾ ഈ INT പിൻസിലെ ഇൻപുട്ട് we need to change from 0 to 1. Otherwise another interrupt will be generated. നമ്മൾ റിട്ടേൺ ഇൻസ്ട്രക്ഷനേക്കാളും കൂടുതൽ ഡ്യൂറേഷനിൽ നമ്മൾ ലോ ഇൻപുട്ട് INT പിൻസിൽ അപ്ലൈ ചെയ്താൽ ഒരു പുതിയ ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ആവും. This is called a level triggered interrupt and it is the default mode upon reset of 8051. 8051 default interrupt mode level triggered interrupt ആണ്. According to the manufacturer's datasheet, the pin must be held in low state until the start of execution of interrupt service routine. നമ്മൾ മിനിമം എത്ര ഡ്യൂറേഷൻ ഈ ലോ സ്റ്റേറ്റിൽ INT പിൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ്. INT പിൻസ് നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, അതായത് ഒരു ഇൻറ്ററപ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞ് മൈക്രോ കൺട്രോളർ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം വരെ, അത്രയും ഡ്യൂറേഷൻ ഓഫ് ടൈം നമ്മൾ INT പിൻസ് ലോ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം.
If the INTX pin is brought back to logic high before the start of execution of interrupt service routine, there will be no interrupt. Microcontroller interrupt service routine execute ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ INT പിൻസിലെ വാല്യൂ ലോ സ്റ്റേറ്റിൽ നിന്ന് ഹൈ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ interrupt service routine execute ചെയ്യില്ല. If the INTX pin is left at a logic low after the return instruction of interrupt service routine, another interrupt will be activated after one instruction is executed. നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലോ സ്റ്റേറ്റിൽ തന്നെ INT പിൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ഇൻട്രപ്റ്റ് പിന്നെയും ട്രിഗർ ചെയ്യും. Again the interrupt service routine will be executed. To ensure the activation of hardware interrupt at INTX pin, make sure that the duration of low level signal is around 4 machine cycles and no more. So hardware interrupt activate ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം ഒരു 4 മെഷീൻ സൈക്കിൾസിലേക്ക് INTX പിൻസിൽ ലോ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഈ 4 മെഷീൻ സൈക്കിൾസിൽ നമ്മൾ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ലോ സ്റ്റേറ്റിൽ 4 മെഷീൻ സൈക്കിൾസിനേക്കാളും കൂടുതൽ ഡ്യൂറേഷൻ നമ്മൾ ലോ സ്റ്റേറ്റ് അപ്ലൈ ചെയ്താൽ there will be a second interrupt. We know that for 8051 the default interrupt is level triggered interrupt, that is low level triggered interrupt. To make the INT0 and INT1 edge triggered interrupt, we must program the bits of TCON register. നമ്മൾ TCON register യൂസ് ചെയ്തിട്ടാണ് edge triggered interrupts യൂസ് ചെയ്യുന്നത്. The TCON register holds the IT0 and IT1 flag bits that determine level or edge triggered mode of the hardware interrupt. If IT0 and IT1 bits are 0, then it is default level triggered interrupt. If IT0 and IT1 bits are set, that is if IT0 and IT1 bits are 1, then it is an edge triggered interrupt. IT0 and IT1 are also referred to as TCON point 0 and TCON point 2 since the TCON register is bit addressable. നമ്മൾ TCON register already യൂസ് ചെയ്തിട്ടുണ്ട്. The first 4 bits are for timers and the last 4 bits are for interrupts. TCON രജിസ്റ്ററിലെ ഓരോ ബിറ്റും ബിറ്റ് അഡ്രസ്സബിൾ ആണ്, അതായത് ഓരോ ബിറ്റ്സ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ TCON point 0 and TCON point 2 are used for edge triggered interrupts INT0 and INT1. So upon reset, TCON point 0 and TCON point 2 are both zeros, meaning that the external hardware interrupts are low level triggered. If TCON point 0 and TCON point 2 are 0, then we go for default level triggered interrupt. If TCON point 0 and TCON point 2 bits are high and നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് ബി TCON point 0 അല്ലെങ്കിൽ സെറ്റ് ബി TCON point 2. So if we are making TCON point 0 and TCON point 2 are high, then we are using edge triggered interrupt. You can see the individual bits of TCON register. TF1 is timer flag for timer 1, then TR1 is timer run for timer 1, TF0 is timer flag for timer 0, TR0 is timer run bit for timer 0. Then IE1 is set when an edge transition is detected. ഒരു എഡ്ജ് ഇൻട്രപ്റ്റ് ഡിറ്റക്റ്റ് ചെയ്താൽ IE1 is set. അതുപോലെ തന്നെ IE0 is set when there is an external edge triggered interrupt. Then IT1 and IT0 നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. IT1 is for activating edge triggered interrupt and IT1 is also used for activating edge triggered interrupt. So level triggered interrupt in the case initial condition of INT0 and INT1 pins will be high. And നമുക്കൊരു ഇൻട്രപ്റ്റ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലോ ഇൻപുട്ട് INT0 പിന്നിൽ അല്ലെങ്കിൽ INT1 പിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ an interrupt will be activated. External interrupt will be activated. In the case of edge triggered interrupt, the external source must be held high for at least one machine cycle, then held low for at least one machine cycle.
സോ എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഹൈ സ്റ്റേറ്റിൽ 1 മെഷീൻ സൈക്കിളിലും ലോ സ്റ്റേറ്റിൽ 1 മെഷീൻ സൈക്കിളിലും കൊടുത്താൽ മാത്രമേ എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ആവുള്ളൂ. അതായത് ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ ഒരു എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ആവുള്ളൂ. The falling edge of the pins INT0 and INT1 are latched by 8051 and are held by the TCON point 1 and TCON point 3 bits of TCON register. അതായത് TCON രജിസ്റ്ററിലെ TCON point 1 and TCON point 3. TCON point 1 എന്ന് പറയുന്നത് IE0 പിന്നാണ്. TCON point 3 എന്ന് പറയുന്നത് ബിറ്റാണ്. TCON point 3 എന്ന് പറയുന്നത് IE1 ബിറ്റാണ്. സോ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ, അതായത് ഒരു ഫോളിംഗ് എഡ്ജ് ഡിറ്റക്ട് ചെയ്താൽ IE0 ആൻഡ് IE1 വിൽ ബി സെറ്റ്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഇൻറ്ററപ്റ്റ് ഈസ് ബീങ് സർവീസ്ഡ് ആൻഡ് ഓൺ ദിസ് INTX പിൻ ആൻഡ് നോ new interrupt will be responded to until this service is finished. That is, if IE0 set ആവുകയാണെങ്കിൽ we can understand that INT0 pin is activated. And INT0 പിന്നിൽ ഒരു എക്സ്റ്റേണൽ എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഡ്യൂറിങ് ദാറ്റ് കണ്ടീഷൻ, അതായത് ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു പുതിയ ഇൻറ്ററപ്റ്റ് മൈക്രോ കൺട്രോളർ അക്നോളജ് ചെയ്യില്ല. So if IE0 bit or IE1 bit of TCON register is set, we can understand that corresponding edge triggered interrupt is activated. So the microcontroller will not acknowledge any other interrupt until the interrupt service routine corresponding to this edge triggered interrupt is completed. Please note that when the interrupt service routines are finished, these bits TCON point 1 and TCON point 3, that is IE0 and IE1 pin bits are cleared. So interrupt service routine complete ചെയ്ത് കഴിഞ്ഞാൽ IE0 and IE1 bits automatically clear ആവും, indicating that the interrupt is finished and 8051 is ready to respond to another interrupt. During the time that the interrupt service routine is being executed, the INTN pin is ignored, no matter how many times it makes a high to low transition. അതായത് ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് INT0 പിന്നിൽ എത്ര ഹൈ ടു ലോ ട്രാൻസിഷൻസ് വന്നാലും it will not be acknowledged. RTI clears the corresponding bit in the TCON register, TCON point 1 and TCON point 3. ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീനിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ it will be automatically cleared. That is TCON point 1 TCON point 3 bits automatically cleared out. So there is no need for instruction CLR TCON point 1 before the return instruction in the inter service routine. So നമുക്ക് ഒരു clear instruction യൂസ് ചെയ്തിട്ട് TCON point 1 TCON point 3 ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ ഇൻസ്ട്രക്ഷനിൽ എത്തുമ്പോൾ interrupt service routine return instruction എത്തുമ്പോൾ TCON point 1 and TCON point 3 automatically cleared ആവും. സോ എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് IT0 ആൻഡ് IT1. സോ ഒരു എഡ്ജ് ട്രിഗേർഡ് ഇൻറ്ററപ്റ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവുന്ന ബിറ്റ്സ് ആണ് IE1 and IE0. And all these bits are in TCON register. What is the difference between RET and RETI instructions? Explain why we cannot use RET instead of RETI as the last instruction of interrupt service routine. Both perform the same actions of popping up the top 2 bytes of the stack into the program counter and make the 8051 return where it left off. അത് റിട്ടേൺ ഇൻസ്ട്രക്ഷനും RETI ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും. However, RETI also performs additional task of clearing the interrupt in service flag, indicating that servicing of the interrupt is over and 8051 can accept a new interrupt of the pin. So RETI instruction യൂസ് ചെയ്ത് നമുക്ക് ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീനിൽ ഇൻറ്ററപ്റ്റ് സർവീസിൽ യൂസ് ചെയ്യുന്ന ഫ്ലാഗ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. IE1 and IE0 bits are automatically cleared when the interrupt service routine reaches the RETI instruction.
If you use RET instead of RETI as the last instruction of interrupt service routine, you simply block any new interrupt on that pin after the first interrupt, since the pin status would indicate that the interrupt is still being served. അതായത് ഇൻട്രപ്റ്റ് ഫ്ലാഗ്സ് TCON രജിസ്റ്ററിലെ ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലാഗ്സ് RET ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവില്ല. In the case of TF0, TF1, TCON point 1, TCON point 3, they are cleared due to the RETI instruction. So RETI instruction ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫ്ലാഗ്സ്, അതായത് TF0, TF1, TCON 1 ആൻഡ് TCON 3, ഈ ഫ്ലാഗ്സ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. So this is the difference between RET and RETI. Serial interrupts of 8051 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. TI, അതായത് ESCON രജിസ്റ്ററിൽ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ ESCON രജിസ്റ്ററിലെ TI എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ 8-bit ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ സെറ്റ് ആവുന്ന ഫ്ലാഗാണ് ട്രാൻസ്ഫർ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്. ദാറ്റ് ഈസ് 8-bit ഡാറ്റ പ്ലസ് 1 സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് 1 സ്റ്റോപ്പ് ബിറ്റ്. ഇത്രയും ഡാറ്റ ട്രാൻസ്ഫർ സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ സെറ്റ് ആവുന്ന ഫ്ലാഗാണ് ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ്. റിസീവ് ഇൻറ്ററപ്റ്റ് ഇസ് റേസ്ഡ് വെൻ ദ എൻ്റയർ ഫ്രെയിം ഓഫ് ഡാറ്റ ഇൻക്ലൂഡിംഗ് ദ സ്റ്റോപ്പ് ബിറ്റ് ഈസ് റിസീവ്ഡ്. ഒരു 8-bit ഡാറ്റ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഇൻക്ലൂഡിംഗ് ദ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് ദ സ്റ്റോപ്പ് ബിറ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആവുന്ന ഫ്ലാഗാണ് റിസീവ് ഇൻറ്ററപ്റ്റ്. In 8051 there is only one interrupt set aside for serial communication. നമ്മൾ ഒരു സിംഗിൾ ഇൻറ്ററപ്റ്റാണ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ട്രാൻസ്ഫറിനും ഡാറ്റ റിസീപ്റ്റിനും നമ്മൾ ഒരു സിംഗിൾ ഇൻറ്ററപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഇൻറ്ററപ്റ്റ് ബിറ്റ് ഈസ് IE.4 ആണ് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്ററപ്റ്റ്. IE.4 of the interrupt enabled register. When RI or TI is raised, if interrupt enabled register le IE.4 bit enable ആണെങ്കിൽ if RI or TI is raised in 8051, RI interrupt RI or TI flag ESCON registerle RI അല്ലെങ്കിൽ TI flag raise ചെയ്തിട്ടുണ്ടെങ്കിൽ 8051 gets interrupt and it jumps to the interrupt service routine. അതായത് interrupt service routine വെക്ടർ അഡ്രസ് 0023H ആണ്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻറ്ററപ്റ്റിൻ്റെ ഇൻറ്ററപ്റ്റ് വെക്ടർ അഡ്രസ് 0023H ആണ്. So the microcontroller will jump to 0023H and execute the interrupt service routine. In that interrupt service routine, we must examine that the TI and RI flags to see which one goes to the interrupt and respond accordingly. സോ നമ്മൾ ഏത് ഇൻറ്ററപ്റ്റ് ആണ്, അതായത് ട്രാൻസ്ഫർ ഇൻറ്ററപ്റ്റ് ആണോ റിസീവ് ഇൻറ്ററപ്റ്റ് ആണോ റേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മൈക്രോ കൺട്രോളർ നീഡ് ടു ചെക്ക്. ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി നമുക്കറിയാം 5 ഇൻറ്ററപ്റ്റ് ആണ് 8051 ഉള്ളത്. External interrupt 0, timer interrupt 0, external interrupt 1, timer interrupt 1 and serial communication interrupt. So ഈ 5 ഇൻറ്ററപ്റ്റിന് ഡിഫോൾട്ട് ആയിട്ട് ഉള്ള പ്രയോറിറ്റി ആണ് you can see from the table. Highest priority is for external interrupt 0, then for timer interrupt 0, then external interrupt 1, then timer 1 interrupt and serial communication interrupt. This is the order of priority by default. ബട്ട് നമുക്ക് ഈ ഓർഡർ ഓഫ് പ്രയോറിറ്റി നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ രജിസ്റ്റർ കോൾഡ് ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇൻറ്ററപ്റ്റിൻ്റെയും പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾ ദ to give the high priority any of these interrupts, we make the corresponding bit in the IP register high. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഉള്ള ഓർഡറാണ്, പ്രയോറിറ്റിയുടെ ഓർഡറാണ് ടേബിളിലുള്ളത്. നമുക്ക് ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററിൽ ഏത് ബിറ്റാണോ, ഏത് കറസ്പോണ്ടിങ് ബിറ്റാണോ ഹൈ ആയിട്ടുള്ളത് ആ ഇൻറ്ററപ്റ്റിന് വിൽ ബി ഹാവിങ് ദ ഹയർ പ്രയോറിറ്റി. ഇഫ് 2 ബിറ്റ്സ് ആർ സെറ്റ്, അതായത് രണ്ട് ഇൻറ്ററപ്റ്റിൻ്റെ ബിറ്റ്സ് ഹൈ ആണെങ്കിൽ ആ രണ്ട് ഇൻറ്ററപ്റ്റ്സും ഹൈ പ്രയോറിറ്റിയാണ്.
പക്ഷേ ആ ഇൻട്രപ്റ്റിൻ്റെ പ്രയോറിറ്റിയുടെ ഓർഡർ will be according to this table. This is the interrupt priority register. P stands for priority. PS is to set priority for serial interrupt. PT1 is to set priority for timer 1 interrupt. PX1 is to set priority for external interrupt 1. PT0 is to set priority for timer 0 interrupt. PX0 is to set priority for external interrupt 0. So ഏത് ബിറ്റാണോ ഹൈ ആയിട്ടുള്ളത് that corresponding interrupt will be having a higher priority. If we are setting PS1 അത് serial port interruptന് 1 set ചെയ്താൽ the serial interrupt will be having a higher priority. If 2 bits are set to high, then we will go for the default interrupt. Default table priority അനുസരിച്ചായിരിക്കും ആ രണ്ട് ഇൻട്രപ്റ്റ്സിന് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. Support for interrupts in embedded C. The 8051 compiler has extensive support for interrupts. They assign a unique number to each of the 8051 interrupts. 8051 കമ്പൈലറിന് കമ്പൈലർ ഓരോ ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിക് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് to identify each interrupt. You can see the number from the table. For external interrupt 0, the number is 0. For timer interrupt 0, it is 1. For external interrupt 1, it is INT1, 2. Then for timer interrupt 1, it is 3. Serial communication interrupt is 4, and for timer 2 interrupt, it is 5.